ജീവിതത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തവരാ, അല്ലെങ്കിൽ ശാരീരികമായൊരു പ്രയാസം വരുമ്പോൾ ഓടിപ്പോയി എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ചെയ്യുന്നവരാ. എന്നാൽ പരിശുദ്ധ ഖുർആൻ നമ്മളോട് ചെയ്യാൻ പറഞ്ഞൊരു ടെസ്റ്റ്, ആ ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിന് രോഗം വരും. നമ്മൾ വളരെ പെട്ടെന്ന് ഹൃദ്രോഗിയാകും. മാത്രമല്ല നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല, ദുനിയാവിലും ഉണ്ടാവില്ല സമാധാനം. നമ്മൾ എന്തിനാ നിസ്കരിക്കണേ? സമാധാനം കിട്ടാനല്ലേ. പക്ഷെ ആ സമാധാനം നിസ്കാരം കൊണ്ടുപോലും കിട്ടൂല. എന്ത് അമല് ചെയ്താലും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അമലായി മാറും. ഏതാണ് ബ്ലഡ് ടെസ്റ്റ്? അതെങ്ങനെയാണ് ചെയ്യുക? എന്നിട്ട് എങ്ങനെയാണ് സമാധാനത്തോടുകൂടെ നിസ്കരിക്കുക? പഠിക്കണ്ടേ നമുക്ക്? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. ഈ ഇൽമ് നിർബന്ധമായി മറ്റുള്ളവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുമെന്ന ബോധ്യത്തോടുകൂടെ തന്നെ കാണുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹ് നീക്കിത്തരട്ടെ. എല്ലാവരുടെയും മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വിടർന്നില്ലേ? അല്ലാഹു അത് മായാത്ത പുഞ്ചിരിയായി എന്നെന്നും നിലനിർത്തട്ടെ. നമ്മളിങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ ഫലസ്തീനിലെ മക്കളുടെ പുഞ്ചിരിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയുടെ വീഡിയോ കണ്ടു. 2 കാലുകളും അറുത്തു മാറ്റപ്പെട്ടിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ ഒരു കൈയും മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. 2 കാലുമില്ല, ഒരു കൈയുമില്ല, ഒറ്റ കൈയുള്ളൂ ആ കുഞ്ഞിന്. ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ആ കുഞ്ഞ് ചിരിക്കുന്നൊരു ചിരി ഉണ്ടല്ലോ, അതൊന്ന് തറക്കണത് നമ്മുടെ കൽബിലാട്ടോ. അതൊരു വല്ലാത്ത ചിരിയാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹംദിൻ്റെ ചിരി. നമുക്കൊന്നും അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ സഹോദരങ്ങളെ. ആ പ്രയാസത്തിൻ്റെ ഇടയിലും ചിരിക്കാൻ കഴിയുന്ന ആ ചിരിയുടെ പേരാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത്. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് വിജയം കൊടുക്കട്ടെ. നമ്മുടെ മക്കളാണത്. നമ്മുടെ പൊന്നു മക്കളാണ്, നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ബാപ്പയാണ്, നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. ഞാൻ ഈ റസാ വ്ളോഗ്സ് കുടുംബത്തോടൊരു കാര്യം പറയട്ടെ. നമ്മൾ അവരോടൊപ്പം ചേർന്ന് നിൽക്കണ്ടേ? നാളെ അള്ളാൻ്റെ മുമ്പിൽ ഇല്ലെങ്കിൽ കണക്ക് പറയേണ്ടി വരില്ലേ? നമ്മൾ ദുആ ചെയ്യണം. അതോടൊപ്പം നാളെ, അതായത് തിങ്കളാഴ്ച ദിവസം പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്താണല്ലോ. നമുക്ക് നാളത്തെ നോമ്പ് നമ്മുടെ ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കി പിടിച്ചാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എല്ലാവരും തയ്യാറല്ലേ? നോമ്പ് പിടിക്കാൻ കഴിയുന്നവരൊക്കെ നോമ്പ് പിടിക്കുക. അപ്പോൾ നമ്മൾ നേർച്ചയാക്കുമ്പോൾ വായ കൊണ്ട് പറയണം അല്ലേ? നാളെ തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ നേർച്ചയാക്കുന്നു എന്ന് വായ കൊണ്ട് പറയാം കേട്ടോ. എന്നിട്ട് സാധാ ഫർദ് നോമ്പ് പോലെ പിടിക്കുക. സാധാരണ നോമ്പ് പോലെ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് കളയരുത്. ഇടയത്താഴം അസുഖമുള്ള ആളുകളൊക്കെ നന്നായി ഭക്ഷണം കഴിച്ചോട്ടോ. അല്ലാതെ അസുഖങ്ങളൊന്നുമില്ല, ഗ്യാസ്ട്രിക് പ്രശ്നമൊന്നും ഇല്ലാത്തവർ ഒരു 1-2 കാരക്ക കഴിച്ചാൽ മതി രാവിലെ ഇടയത്താഴം. എന്നിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചു ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വിശപ്പൊക്കെ ഇങ്ങനെ വരുമല്ലേ? ആ വിശപ്പിങ്ങനെ വരുമ്പോൾ പടച്ചോനെ, ഒരു ദിവസം ഞാനിങ്ങനെ നോമ്പ് പിടിച്ചപ്പോൾ തന്നെ, കുറച്ച് നേരം പട്ടിണി കിടന്നപ്പോൾ തന്നെ ഈ വിശപ്പ് സഹിക്കാൻ പറ്റണില്ലല്ലോ അല്ലാ. എന്നാൽ എല്ലാ ദിവസവും പട്ടിണി കിടക്കുന്ന, വെറും ഉണക്കറൊട്ടി മാത്രം കഴിക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ യാ അല്ലാ, നീ എനിക്ക് ചെയ്തത് എത്ര വലിയ നിഅമത്താണെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ റസാ വ്ളോഗ്സ് കുടുംബം മുഴുവൻ നാളെ നോമ്പ് പിടിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ കുടുംബത്തോടും പറയണം കേട്ടോ, എല്ലാവരും നോമ്പ് പിടിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ നോമ്പ് സ്വീകരിക്കട്ടെ. നാളെ ഫലസ്തീനിലെ മക്കളോടൊപ്പം സ്വർഗത്തിലൊരുമിക്കാൻ ഈ നോമ്പ് അല്ലാഹു ഒരു കാരണമാക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ ഒരുപാട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നവരാ അല്ലേ? എന്നാൽ ഖുർആൻ പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് അത് ഹൃദയത്തിൻ്റെ ടെസ്റ്റാണ്. ഹൃദയത്തിൽ ഈമാനുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റിൽ നമ്മൾ വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തകരും. ഈമാൻ തകർന്നാൽ പിന്നെ ഹൃദ്രോഗം വരും, കൽബിൽ രോഗം വരും. അത് മാത്രമല്ല, നമ്മുടെ നിസ്കരിക്കണം എന്തിനാ? ഒന്ന് സമാധാനം കിട്ടാനാ. അമലുകളൊക്കെ വലിച്ചെറിയപ്പെടും. അപ്പോൾ നമ്മൾ നിരന്തരം ഞായറാഴ്ച ക്ലാസ്സുകളിലൂടെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നൊരു സംഗതിയുണ്ട്. നഫ്സമ്മാറയിൽ കിടന്നിട്ട് എന്ത് ചെയ്താലും നമ്മൾ രക്ഷപ്പെടില്ല. അപ്പം നമുക്കൊന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നന്നാകാൻ നോക്കി, അമ്മാറയിലാണോ, ഞാനിപ്പോൾ അതിനേക്കാൾ ഉയർന്നിട്ടുണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നഫ്സമ്മാറയിൽ തന്നെയാണ്. നമുക്കൊന്ന് ലവ്വാമയിലേക്ക് എത്തണം. എന്താണ് ഈ ലവ്വാമ? കഴിഞ്ഞ ആഴ്ച നമ്മൾ അല്പം പറഞ്ഞു, ബാക്കി ഇന്ന് നമുക്ക് പറയണം. ഈ വീഡിയോ നിങ്ങളൊന്ന് കേൾക്കുക, എന്നിട്ട് നമ്മുടെ ലൈഫിൽ നമുക്കൊന്ന് അന്വർത്ഥമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മാനസികമായ ഒരു വളർച്ചയുടെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പേരെന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? നഫ്സ് അമ്മാറ സ്റ്റെപ്പല്ല. അമ്മാറ നമ്മൾ കിടക്കണ ചെളിക്കുഴിയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാ? നഫ്സ് ലവ്വാമ. ഏതാണ്?
അള്ളാഹു ഖുർആനിൽ സത്യം ചെയ്തു പറഞ്ഞ നഫ്സ് ലവ്വാമ, അത് നമ്മൾ ആ പടി ഇങ്ങനെ കേറി തുടങ്ങാൻ, അള്ളാഹു അത് കേറി പൂർത്തിയാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്തുട്ടാണ് ഈ ലവ്വാമ? എന്താ സംഗതി? എന്താ അതിന്റെ ആശയം? നമ്മൾ പറഞ്ഞത് സ്വന്തം നഫ്സിനെ നമ്മൾ തന്നെ വിമർശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തലാണ് നഫ്സ് അമ്മാറ കൊണ്ടുള്ള ഉദ്ദേശം. മനസ്സിലാകുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹ്? അതായത് കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കാരണം മനുഷ്യനല്ലേ, അല്ലേ? നമ്മൾ ഓൾറെഡി നഫ്സ് അമ്മാറയിലാണ് ഉള്ളത്. ഉറക്കം വരുന്നുണ്ടോ? നഫ്സ് അമ്മാറയിലാണ് ഉള്ളത്. അപ്പൊ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഈ കുഴപ്പങ്ങളോട് സ്വന്തത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റുന്ന മനസ്സാണ് നഫ്സ് ലവ്വാമ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈഗോ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിലൊരു ഉപദേശി ഇങ്ങനെ റെഡിയായി വന്നിട്ട്, അടങ്ങട അവിടെ, അടങ്ങ്, നീ അങ്ങനെ വലിയ ആളൊന്നുമല്ല, അവിടെ ഇരിക്കടാന്ന് എന്നോട് ഉപദേശിക്കാൻ പറ്റിയ എൻ്റെ മനസ്സിന്റെ പേരാണ് എന്ത്? നഫ്സ്. പറഞ്ഞേ, ഹറാമായ ഒരു കാമവികാരം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പൊങ്ങി വരുമ്പോ, അടങ്ങടാ, പച്ച ഹറാമാണത്, നീ എങ്ങോട്ടേ നോക്കണേ, മടങ്ങ് കണ്ണേന്ന് സ്വന്തത്തോട് പറയാൻ പറ്റിയ മനസ്സാണ് ഏത്? നഫ്സ് ലവ്വാമ. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആരോടെ ദേഷ്യപ്പെടാറുള്ളത് സാധാരണ? തിരിച്ച് നല്ല വീശ് കിട്ടുമെന്ന് ഉറപ്പുള്ളവനോട് ദേഷ്യപ്പെടാറുണ്ടോ? പാവം കെട്ടിയോളോട്? അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പിള്ളേര് ചിന്തിച്ചു നോക്കി, 40 വയസ്സായ മനുഷ്യൻ 10 വയസ്സായ പിള്ളേനോട് എന്തുടാടാ കാണിക്കണേ? ഒന്നാലോചിച്ച്, നമുക്ക് പറ്റിയ എതിരാളിയാണോ അത്? ആണോ? ആ കുഞ്ഞ് തിരിച്ചല്ലോ വാപ്പാനെ. തല്ലണ പ്രായമാകുമ്പോൾ കിട്ടേണ്ട രീതിക്ക് നമ്മൾ പെരുമാറരുത്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. അതാണ് വലിയ വിഷയമാണത്. എപ്പോഴും നമ്മുടെ ഈ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ നിരന്തരം ദുആ വസിയത്തുകളാണ്. ഉസ്താദ്, എൻ്റെ മോൻ എന്നെ ചവിട്ടി, എൻ്റെ മകൻ കയർത്തു, എന്നെ കഴുത്തിന് പിടിച്ചു, എൻ്റെ വാക്കത്തേക്ക് വെട്ടാൻ വന്നു. ഒരു ടീച്ചർ, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് റിട്ടയർഡായ ടീച്ചറാണ്. എൻ്റെ മകൻ എന്നെ കഴുത്തിന് പിടിച്ച് മതിലിലേക്ക് ചേർത്ത് നിർത്തി എന്നാ പറഞ്ഞത്. ഞാൻ ചോദിച്ചു, അവന് മതവിദ്യാഭ്യാസം? അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല ഉസ്താദെ, ഞങ്ങൾ ഇങ്ങനെ ഫുള്ള് ബിസിയൊക്കെ ആയിപ്പോയി. അതിനുള്ള നേരമൊന്നും ഉണ്ടായില്ല ആർക്കും. നമ്മളിങ്ങനെ മതവിദ്യാഭ്യാസത്തിലൊക്കെ ഉഷാറാണ്. 5ാം ക്ലാസ് വരെ നമ്മൾ മദ്രസയിലൊക്കെ വിടും, അല്ലേ? 5ാം ക്ലാസ് വരെ വിടൂല്ലേ നമ്മള്? പിന്നെ ഭയങ്കര 5ാം ക്ലാസ് വിട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിള്ളേര് പോണ വയ്ക്ക് അങ്ങ് പോകും. പിന്നെ ട്യൂഷൻ വരും നമുക്ക്. അതുവരെ നമുക്ക് ട്യൂഷനാണ്. പിന്നെ നമ്മൾ IAS പഠിക്കാൻ പോകും 5ാം ക്ലാസ് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ നമുക്ക് മതപഠനമൊന്നും വേണ്ട, അല്ല? അങ്ങനെയല്ലേ? നമ്മൾ ബിസി ആയില്ലേ നമ്മള്? മക്കൾക്ക് ധാർമ്മിക മൂല്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ഒരൊറ്റ സെക്കൻഡ് വേണോ മക്കൾ വഴിതെറ്റിപ്പോവാൻ? നമ്മൾ വഴിതെറ്റിപ്പോവാൻ 1 സെക്കൻഡ് വേണോ? അപ്പൊ ഈഗോ എന്ന് പറയുന്നൊരു സംഗതി, അത് ആരുടെ കസേരയാണ് നമ്മൾ പഠിച്ചത്? അള്ളാന്റെ കസേരയിൽ കയറി നമ്മൾ ഇരിക്കാൻ നോക്കി നമ്മളെ പുറംകാലം കൊണ്ട് ആര് തട്ടും? അള്ളാഹ് തട്ടും. അത് അള്ളാന്റെ കസേരയാണ്. ഒരു സംഗതി, ഇദാ ഖാലൽ അബ്ദു അന യഖൂലുല്ലാഹു തആല ലാ ബൽ അന. എങ്ങനെ? ഒരു അടിമ പറയണം ഞാൻ എന്നൊരു സംഗതി പറഞ്ഞ അള്ളാഹ് പറയും, അല്ലടാ നീ ഒന്നുമല്ല, അന, ഞാനാണ്. അങ്ങനെ എനിക്ക് പിടികിട്ടിയോ? ഒരാളുടെ മനസ്സിലൊരു തോന്നൽ, എങ്ങനെ? ഞാൻ തിരക്കേടില്ല, അല്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ എന്നൊരു സംഗതി അവനിൽ നിന്ന് ഉയർന്നു വന്നാൽ അള്ളാഹ് എന്തു പറയും? നീ ഒന്നുമല്ലടാ, ഞാനാണ് ഞാൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ. അത് അള്ളാഹ് വെറുതെ പറയല് മാത്രല്ല, അള്ളാഹ് അവന്റെ കൊമ്പിനെ അങ്ങ് ഒടിച്ചു കളയും. കാറൂനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാറൂൻ ലഅനത്തുല്ലാഹി അല. കാറൂൻ ആരായിരുന്നു? മൂസാ നബിയുടെ കൊച്ചാപ്പാടെ മോനാണ് കാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബിയോട് ഒന്ന് ഇടക്കിടക്ക് പറയും, മൂസ ഒന്ന് ദ്വാരക്ക് മൂസ, പൈസ ഉണ്ടാവും ദ്വാരക്ക്. മോനെ, നിനക്കുള്ളത് മതിയടാ, സന്തോഷത്തോടെ ജീവിക്കും. പോരാ, എനിക്ക് പൈസ കിട്ടിയിട്ട് ഒരുപാട് ദാനം ചെയ്യണം, പള്ളിക്ക് കൊടുക്കണം, സ്ഥാപനത്തിന് കൊടുക്കണം, ഇല്ലേ? പൈസ കിട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. മൂസാ നബി എന്നാ പിന്നെ ആയിക്കോട്ടെ, ദ്വാരം കൊടുത്തു. പൈസ കിട്ടിക്കഴിഞ്ഞു. അവന്റെ കൊട്ടാരത്തിന്റെ സമ്പത്തിന്റെ താക്കോൽ കൂട്ടം ചുമക്കാൻ ഒട്ടകങ്ങൾ വേണ്ടി വന്നിരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ എന്ത് സംഭവിച്ചു? പൈസ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞപ്പോ പള്ളിയിലോട്ട് കാണാനില്ല. മൂസാ നബി അന്വേഷിക്കും. ബിസിയാണ്, ബിസിനസ് മീറ്റ്സ്, അല്ലേ? ഫുള്ള് തിരക്കാണ്, പിന്നെ നിസ്കാരത്തിനൊന്നും സമയമില്ല. അപ്പൊ മൂസാ നബി പറഞ്ഞല്ല, പാവപ്പെട്ടവർക്ക് കൊടുക്കണോട്ടോ. ഇത് ഞാനുണ്ടാക്കിയത്, ഞാനും പാപ്പ കാരണവന്മാരായിട്ടൊക്കെ ഉണ്ടാക്കിയ സംഗതിയാണിത്, എന്റെ കഷ്ടപ്പാടാണ്. അള്ളാഹ് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ അള്ളാഹ് അനാന്ന് പറയണതിന്റെ സംഗതി, ആ കൊമ്പ് അള്ളാഹു ഒടിച്ചു കളയും സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ അത്തരം അറിവ് കൊണ്ട് സമ്പന്നനായിരിക്കും ആര്? ലവ്വാമയിലുള്ളവൻ. അവനിങ്ങനെ അഹങ്കാരം കയറി വരുമ്പോ അടങ്ങ്. അഹങ്കരിച്ച ഫിർഔനും കാറൂനും ഹാമാനൊക്കെ എങ്ങടാ പോയെന്നറിയാലോ. അതുകൊണ്ട് അഹങ്കരിക്കല്ലേ, അടങ്ങ്, അത് അള്ളാന്റെ കസേര, നീ അവിടെ കയറി ഇരിക്കണ്ട എന്ന് നമ്മുടെ നഫ്സിനോട് പറയും.
അങ്ങനെയുള്ളവർ ലവ്വാമയിലാണ്. അള്ളാഹു അങ്ങനെ ആകാൻ നമുക്ക് തൗഫീഖ്. ഇതാണ് ജിഹാദ്. ഏറ്റവും വലിയ ജിഹാദ് എന്താ? ബദർ ഉഹദൊന്നുമല്ല, അതിനേക്കാളും വലിയ ജിഹാദ് ഏതാ? അതാണ് റസൂലുള്ള വിളിച്ചത് മർഹബം മിനൽ ജിഹാദിൽ അസ്ഗരി ഇലൽ ജിഹാദിൽ അക്ബർ. ബദർ കഴിഞ്ഞു വന്ന സ്വഹാബത്തിനോട് റസൂലുള്ള പറയാൻ, ചെറിയ യുദ്ധത്തിൽ നിന്ന് വലിയ യുദ്ധത്തിലേക്ക് സ്വാഗതം. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബി ബദറൊക്കെ ചെറുതാണോ? അങ്ങനെയാണെങ്കിൽ വലിയ യുദ്ധം ഏതാ? ജിഹാദുൻ നഫ്സ്, സ്വന്തം നഫ്സിനോടുള്ള യുദ്ധാണ് ബദറിനേക്കാൾ വലുത്. സയ്യിദുനാ റസൂലുള്ളാഹ്. സംഗതി നമ്മൾ ലവ്വാമയിലേക്കൊന്ന് കയറി തുടങ്ങിയാൽ, അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി ഉണ്ട്. നമ്മളിങ്ങനെ മനസ്സ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ആരോട് ചോദിക്കണം? നഫ്സിനോട്. അത് സംഗതി ഓട്ടോമാറ്റിക്കലായി ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ നമ്മളൊന്ന് പരിശീലിക്കണം. ഒരു ജിഹാദ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണം, വേണ്ടേ? തിരിച്ച് നഫ്സിനോട് ചോദ്യം ചോദിക്കണം. നഫ്സ് ലവ്വാമയിലേക്ക് നമ്മൾ ജിഹാദ് ചെയ്ത് തുടങ്ങിയാൽ അള്ളാഹു നമുക്ക് ബാക്കിയുള്ള ഏറ്റവും എളുപ്പാക്കി തരും. ലവ്വാമയുടെ മേലെ നിങ്ങൾ മറന്നു. ലവ്വാമയുടെ മേലെ എന്താ? മുൽഹിമ. അതിന്റെ മേലെ മുത്തുമൈന. അതിന്റെ മേലെ റാലിയ, മർലിയ, കാമില. എവിടെ എത്തണം? നമുക്ക് കാമിലയിലെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്ത് അൻകബൂത്തിന്റെ ലാസ്റ്റത്തെ ആയത്ത്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ വഴിയിൽ ആരെങ്കിലും ജിഹാദ് ചെയ്താൽ, എവിടെ ജിഹാദ് ചെയ്യണം? സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യണം. എങ്കിൽ അല്ലാഹ് ബാക്കിയുള്ള വഴി എളുപ്പാക്കി തരും. ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. ഇങ്ങനെ ജിഹാദ് ചെയ്യുന്ന മുഹ്സിനീങ്ങളോടൊപ്പമാണ് അല്ലാഹു എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ വളർച്ചയില്ലെങ്കിൽ ഇസ്ലാം കിട്ടൂല, ഈമാൻ കിട്ടൂല, ഖബറിൽ സുഖം കിട്ടൂല, മഹ്ശറിൽ സുഖം കിട്ടൂല, സ്വർഗം കിട്ടൂല, അള്ളാഹ്നെയും കിട്ടൂല. പിന്നെ തൊട്ടാ അതായത് അവന് നിസ്കരിച്ചുകൊണ്ട് ചിലപ്പോൾ ഗ്യാസിന്റെ അസുഖമൊക്കെ പോയി കിട്ടും, ചിലപ്പോൾ വയറൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും, അങ്ങനെയുള്ള നിസ്കാരമൊക്കെ നിസ്കരിച്ചാൽ. എന്നല്ലാതെ ആരെ കിട്ടൂല? ആത്യന്തികമായ ലക്ഷ്യത്തിലേക്ക് എത്തുവോ? ഉറക്കെ പറഞ്ഞു, ഉഷാറുണ്ടാ? എത്തുവോ? ചൂല. മഹാന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്കിയ എന്ന് പറയുന്ന ചെറിയൊരു പദ്യരൂപത്തിലുള്ള ഒരു ചെറിയ കിതാബുണ്ട്. അതിലിങ്ങനെ പറയുന്നുണ്ട്, മല്ലം യകും ഫീ ബദ്ഇ അംറിൻ ജാഹദാ ലം യൽഖ മിൻ ഹാദി ത്വരീഖതി ഹർദലാ. നീ അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആദ്യം വേണ്ടത് സ്വന്തത്തോടുള്ള സമരാണ്. ആദ്യം വേണ്ടത് നീ ആരോട് സമരം ചെയ്യണം? നിന്നോട് സമരം ചെയ്യണം. ആരിലേക്ക് പോണെങ്കിൽ? ഉറക്കെ പറഞ്ഞേ. അല്ലെങ്കിൽ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. സ്വന്തത്തോട് ജിഹാദ് ചെയ്യാതെ കേവലം തലകുത്തി മറിയലാണെങ്കിൽ അത് ആർക്ക് വേണ്ട? അപ്പൊ നമ്മുടെ കൽബിൽ നിന്ന് ഈ മാലിന്യങ്ങളൊക്കെ നീക്കണം. നിങ്ങൾക്ക് ആഗ്രഹമില്ല? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആഗ്രഹമില്ലേ മരിക്കണതിന് മുമ്പ് ഒരു നിസ്കാരമെങ്കിലും പടച്ചോനെ കൽബിൽ ഇങ്ങനെ ആസ്വദിച്ച് ആ സുഖം അനുഭവിക്കാൻ കൂത്തിയില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾ പറഞ്ഞുണ്ടോ ഇല്ലേ? അപ്പൊ നമ്മുടെ ഈ മാലിന്യമുള്ള ഹൃദയത്തെ നമുക്കൊന്ന് ശുദ്ധീകരിക്കണ്ടേ? ഇത്രയും ക്ലാസ് നമ്മൾ കേട്ടിട്ട് അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ലേ? നമുക്കത് വേണ്ട, നമുക്ക് കിട്ടണ്ടേ അള്ളാനെ? പറഞ്ഞങ്ങള് അതായത് എത്ര വലിയ ടെൻഷൻ. നമ്മുടെ ബിസിനസ്, കോടികൾ ഇറക്കിയ ബിസിനസ് എങ്ങാനും പൊട്ടിപ്പോയി എന്ന് കേട്ടാലും ചിരിച്ചോണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ്. ഞാനൊരു ദിവസം ഒരു വീഡിയോ ഇറക്കി. സംഗതി വെച്ചാല് ഒറ്റ ദിക്റ് കൊണ്ട് യൂസുഫ് അലിയേക്കാൾ സമ്പന്നനാകാം, ഒറ്റ ദിവസം കൊണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന ഓരോ ചീത്തകൾ പഠിച്ചോനെ. ഞാൻ ഉദ്ദേശിച്ചത് എന്തേ ഉള്ളൂ, മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞാൽ അയാൾ യൂസുഫ് അലിയേക്കാൾ സമ്പന്നനല്ലേ? ആണോ? അല്ലേ? വനൊക്കെ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ്. എന്തൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന കമന്റ്സ് ആണ്. എന്നാൽ ഇത് ഫുള്ള് കേൾക്കോ മനുഷ്യന്മാര്? ഞാൻ ഏതാണ്ട് ദിക്റ് ഉറങ്ങാൻ കിടക്കുമ്പോൾ വെച്ചാൽ പറഞ്ഞു ഒന്ന് കരുതിയിട്ടാണ് എന്നെ തെറി വിളിക്കണതേ. ആലോചിച്ച് നോക്കി. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാരാ? എന്തെന്റെ റബ്ബ് തന്നാലും അതങ്ങനെ അങ്ങ് തൃപ്തിപ്പെട്ട അൽഹംദുലില്ലാ പറയുന്നവനാണ്. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ നഫ്സ് മുത്തുമൈനയിലേക്ക് എത്തണം. അപ്പൊ ലവ്വാമയിലൂടെ യാത്ര ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. സംഗതി ഇതൊന്നും ഒരു ടെസ്റ്റ് ഡോസാണ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നാലും നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യും? ഇടയ്ക്ക് ഗ്യാസിൻ്റെ ആണെങ്കിലും നമ്മൾ LDL മറ്റു സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും ഇല്ലേ? കൊളസ്ട്രോളൊക്കെ നോക്കും. എന്നതുപോലെ ഇവിടെ ഇതിനേക്കാൾ മാരകമായൊരു രോഗം ഉള്ളിൽ ഇങ്ങനെ ഫോം ആകുന്നുണ്ട്. അതിനെ ചികിത്സിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു ഹിയയിലൊരു സംഗതി പറയുന്നുണ്ട്. അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്ന വലിയൊരു മഹാനുണ്ട്. പേരെന്താണ്? പേര് മറക്കരുത്. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അപ്പൊ മഹാന്റെ ഒരു ക്ലാസ് ഉണ്ട്, ഭയങ്കര തർബിയത്തിന്റെ ക്ലാസ് ആണ്.
ആ മഹാന്റെ ഒരു ക്ലാസ് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ ഹിദായത്തിലേക്ക് ഇങ്ങനെ വരും. വലിയ വലിയ തുരീഖത്തിന്റെ ഷെയ്ഖാണ്, അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു നാട്ടുപ്രമാണിയായ ജനങ്ങൾക്കെല്ലാം സ്വീകാര്യനായ പണ്ഡിതനും സമ്പന്നനും ഒക്കെ ആയ ഒരു മനുഷ്യനുണ്ട്. പണ്ഡിതനും സമ്പന്നനും ഒക്കെയാണ്. അപ്പൊ മൂപ്പരൊരിക്കലും പറഞ്ഞു, അന മുന്തു സലാസീന സന, ഞാനിങ്ങനെ 30 കൊല്ലായി, അസൂമുദ്ദഹ്റ, ഞാൻ രാവിലെ മുഴുവൻ എനിക്ക് നോമ്പാണ്. പെരുന്നാളിന് മാത്രമേ ഞാൻ നോമ്പ് ഒഴിവാക്കുള്ളൂ. അതുപോലെ അയ്യാമത്തെ ശരിക്കും അത് ഹറാമായതുകൊണ്ട് ബാക്കി എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്. രാത്രി മുഴുവൻ നിന്ന് നിസ്കാരാണ്. പക്ഷേ ലാ അജിദു ഫീ ഖൽബി മിൻ ഹാദൽ ഇൽമി അല്ലദീ തദ്കുറു ശൈആ, നിങ്ങൾ ഈ പറയുന്നത് പോലെ അള്ളാഹിനെ കുറിച്ചുള്ള ഇൽമൊന്നും എൻ്റെ കൽബിലേക്ക് വരുന്നില്ലല്ലോ. എന്താ പറഞ്ഞത്? 30 കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നോമ്പടിക്കുന്നുണ്ട് രാത്രി മുഴുവൻ. എന്നിട്ടും ഈ സംഗതിയൊന്നും എൻ്റെ കൽബിലേക്ക് വരുന്നില്ലല്ലോ സയ്യിദി. മഹാനായ സയ്യിദി അബൂ യസീദുൽ ബിസ്താമി അവരെന്ന് പറയുന്നത്, മോനെ 30 അല്ലടാ, നീ 300 കൊല്ലം നോമ്പ് പിടിച്ചാലും 300 കൊല്ലം രാത്രി നിസ്കരിച്ചാലും നിന്റെ കൽബിൽ ഒന്നും ഉണ്ടാവില്ല. എന്ത് വർത്താനാണത് ഇല്ലേ? വലിമ എന്താ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്താണ്? 300 കൊല്ലം ഞാൻ നോമ്പ് പിടിച്ചാലും 300 കൊല്ലം ഞാനിങ്ങനെ രാത്രി നിസ്കരിച്ചാലും എൻ്റെ കൽബിൽ ഇത് ഉണ്ടാവില്ല എന്ന് പറയുന്നത്. വാട്ട്സ് എ റീസൺ? എനിക്കത് അറിയണം. അബൂ യസീദ് തങ്ങൾ പറഞ്ഞു, ലിഅന്നക മഹ്ജൂബുൻ ലിനഫ്സിക, നീ നഫ്സ് അമ്മാറയുടെ ചെളിക്കുഴിയിൽ പെട്ട് കിടക്കുകയാണ്. നഫ്സ് അമ്മാറയുടെ ചെളിക്കുഴിയിൽ പെട്ട് കിടക്കാണ്. അതിന്റെ അപ്പുറത്താണ് ഇൽമുള്ളത്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅതാ ലിആസി. ഖാലൽ ഇൽമു, ഈ അള്ളാഹിനെ കുറിച്ചുള്ള ഗഹനമായ അറിവുണ്ടല്ലോ, ആ തുരീഖത്തിന്റെ മശായിഖന്മാരുടെ ഇൽമുണ്ടല്ലോ, അതെവിടെ കിടക്കണേ? അത് നൂറുള്ളയാണ്, അള്ളാന്റെ നൂറാണ്, അള്ളാന്റെ നൂറാണ്. അത് ലാ യുഅതാ ലിആസി, ഈ നഫ്സമ്മാറയുടെ ചെളിക്കുഴിയിൽ കിടക്കുന്നവന് ആ ഇൽമു കിട്ടൂല. അവൻ ആരെ ആസ്വദിക്കാൻ പറ്റൂല? അള്ളാനെ ആസ്വദിക്കാൻ പറ്റൂല. അതുകൊണ്ട് മോനെ, നീ കിടക്കുന്നത് എവിടെയാ? നഫ്സമ്മാരുടെ ചതിക്കുഴിയിലാണ്. വലിഹദ ദവാ, ഇതിന് മരുന്നുണ്ടോ? ഇതിന് മരുന്നൊക്കെ ഉണ്ട് ഞാൻ, പക്ഷേ എന്നെ കൊണ്ടത് പറ്റൂല. നിന്നെ കൊണ്ട് ആ മരുന്ന് കഴിക്കാൻ പറ്റൂല. ആ കഷായം, ഇത്തിരി കൂടിയ കഷായം നിന്നെ കൊണ്ട് കുടിക്കാൻ പറ്റും. യാ സയ്യിദി, അങ്ങനെ പറയരുത്. എന്റെ ഈമാൻ നന്നാക്കാനുള്ള മരുന്ന്, അള്ളാഹുവിലേക്ക് എന്നെ അടുപ്പിക്കാനുള്ള മരുന്ന്, അത് പറഞ്ഞു തരണം. അല്ലാണ്ട് പറ്റൂല. പിന്നാലെ നടക്കാൻ തുടങ്ങി. മോനെ, എന്നെ കൊണ്ട് പറ്റൂലടാ. ഇല്ല, ഞാൻ എന്തായാലും ചെയ്യും, കഷ്ടപ്പെട്ട് ഞാൻ അത് ചെയ്യും. ഓഹോ, എന്നൊരു കാര്യം ചെയ്യും. ഇദ്ഹബിൽ ആൻ ഇലൽ മുസയ്യിൻ, മരുന്ന് പറഞ്ഞു കൊടുക്കാണ്. എന്തിന്? നഫ്സമ്മാറേന്ന് പുറത്തെടുക്കാൻ. മൂപ്പരുടെ കൽബ് നിറച്ച അഹങ്കാരാണ്. ആ സംഗതി പുറത്തെടുക്കാനാണ്. നീ ഇപ്പൊ തന്നെ ബാർബർ ഷോപ്പിലേക്ക് പോകണം. ആരെ കിട്ടാനുള്ളത് പറയാണ്? ആരെ കിട്ടാനാ? നീ ഇപ്പൊ തന്നെ എവിടെ പോകണം? ബാർബർ ഷോപ്പിലേക്ക്. നിന്റെ ഈ തലമുടി അങ്ങ് മൊട്ടയടിച്ചോളണം. തല മൊട്ടടിച്ചു, താടിയൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കണം. സുന്നത്ത്. എല്ലാ താടിയും സുന്നത്തിന്റെ താടിയാണോ? ആണോ? ആണോ? അതിപ്പോ കത്രി കൊണ്ട് വെട്ടിയില്ലെങ്കിൽ സാധനം വളർന്നോളും അല്ലേ? അല്ലേ? അത് സുന്നത്തിന്റെ താടിയാവോ? താടി സുന്നത്താകണമെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട്. അത് റസൂലുള്ളാഹിനെ മഹബത്ത് വെച്ച് ചെയ്യേണ്ടതുപോലെ ചെയ്താലേ താടി സുന്നത്താവുള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ കത്രിക ഇല്ലെങ്കിൽ ആ സാധനം വളർന്നോളൂ. അത് വെട്ടിക്കൊടുത്തില്ലെങ്കിൽ വളർന്നോളും. അപ്പൊ എല്ലാ താടി സുന്നത്തിന്റെ താടിയല്ല. മൻമോഹൻ സിംഗിന്റെ താടി സുന്നത്തിന്റെ താടിയായിരുന്നു. അങ്ങനെയല്ല. അപ്പൊ ചില സംഗതികളോടെ വേണം. വെറുതെ താടി ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് വെട്ടിച്ചുരുക്കണം. എന്നിട്ടോ ലിബാസ്, നിന്റെ ഈ വലിയ കമ്മീസും ഈ വലിയ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, നിന്റെ മനസ്സിൽ അഹങ്കാരം കുറക്കാനാണ്. ഈ ഡ്രസ്സൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ടവർ ധരിക്കുന്ന പരുത്തിയുടെ വസ്ത്രമുണ്ട്, അത് ധരിക്കണം. എന്നിട്ട് നിന്റെ കഴുത്തിൽ ഒരു സഞ്ചി കെട്ടി തൂക്കിയിടണം. മരുന്ന് പറഞ്ഞു കൊടുക്കുക. ആരാണ്? അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹു. 10,000 മുമ്പ് നടന്ന സംഭവം ഈ പറയുന്നത്, ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതാണ്. അത്രത്തോളം, അതായത് തൻ്റെ മുരീദിനെ എങ്ങനെയെല്ലാം സംസ്കരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ സംസ്കരിച്ച് ത്വരീഖത്തിന്റെ ശൈഖന്തിയും ശുദ്ധീകരിച്ച് അള്ളാഹുവിലേക്ക് എത്തിക്കുക. ഇതാണ് ഒരു ശൈഖിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ശൈഖിന്റെ ഡ്യൂട്ടി എന്താണ്? തൻ്റെ മുരീദിനെ സംസ്കരിക്കലാണ്. അതെല്ലാവരോടും പറഞ്ഞു കൊടുക്കൂല. തന്നെ ബൈഅത്ത് ചെയ്ത ആൾക്ക് മാത്രമാണ് ഇതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അപ്പാടെ അംഗീകരിക്കുന്ന ഒരാൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞേ? കഴുത്തിലൊരു സഞ്ചി കെട്ടി തൂക്കണം. എന്നിട്ട് അതില് അക്രോട്ട് പഴം നിറക്കണം. അക്രോട്ടണ്ടി എന്ന് പറയില്ല, അക്രോട്ട് പഴം നിറക്കണം. എന്നിട്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ കുറച്ച് കല്ല് കൊടുത്തിട്ട് അത് നിന്നെ എറിയാൻ പറയണം.
ഇവിടെ തന്നെ ഉണ്ടോ നിങ്ങള്? എന്താ പറഞ്ഞത്? ഡ്രസ്സ്, പാവപ്പെട്ടവരുടെ ഡ്രസ്സ് വരിക്കണം. കഴുത്തിൽ എന്ത് ചെയ്യണം? സഞ്ചി കെട്ടി തൂക്കണം. എന്നിട്ടോ അതിൻ്റെ അകത്ത് പഴം നിറച്ചു. എന്നിട്ട് ചെറിയ കുട്ടികളുടെ കല്ല് കൊടുത്തു, ഇത് വെച്ച് എറിയാൻ പറയണം. ഓരോ കുട്ടി എറിയുമ്പോഴും നീ അവർക്കൊക്കെ ഓരോ അക്രോട്ട് പഴം കൊടുക്കണം. ഇത് നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് വദ്ഖുലി സൂഖ്, മാർക്കറ്റിലേക്ക് ചെല്ലണം. ഏതെങ്കിലും ഒരു നാട്ടിലെ മാർക്കറ്റിൽ, ഇപ്പൊ എരമം നാട്ടിലാണ് നീ ജീവിക്കുന്നതെങ്കിൽ എരമത്ത മാർക്കറ്റിൽ നിന്നെ അറിയുന്ന ആളുകളുടെ ഇടയിലേക്ക് ചെല്ലണം. എന്നിട്ട് ഈ പിള്ളേരെ കൊണ്ടങ്ങ് എറിയിക്കണം. മൂപ്പര് ഉടനെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് തഖൂലു ലി ഹാദാ, സുബ്ഹാനല്ലാഹ് എന്നോടാണ് ഈ പറയണത്, ഇതാണ് പറയണ വഴി. ഉടനെ അബൂ യസീദ് ബിസ്താമി തങ്ങൾ പറഞ്ഞു, ഖൗലുക സുബ്ഹാനല്ലാഹി ശിർക്കുൻ, നീ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്താണ്? ശിർക്കാണ്. പിന്നെ അതെങ്ങനെ സുബ്ഹാനല്ലാഹ് ശിർക്കാണത്? പൊന്നുമോനെ, നീ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ആണെങ്കിലും നീ പൊക്കിയത് ആരെയാണ്? അള്ളാനെ അല്ല, പിന്നാരെ? നിന്നെയാണ്. നീ ഇപ്പൊ ഞാനിതൊക്കെ ചെയ്യണോ? സുബ്ഹാനല്ലാഹ് എന്നാണ് ചിന്തിച്ചത്. അപ്പൊ നീ അവിടെ അള്ളാനെ അല്ല പൊക്കിയത്, പിന്നെ ആരെയാ? നിന്നെ തന്നെയാണ്. അവർ ചോദിച്ചു, അല്ലേ ഇത് പറ്റൂ, വേറെ എന്തെങ്കിലും വഴിയുണ്ട? ഇത് തുടക്കാടാ, ഇത് ടെസ്റ്റ് ഡോസ് ആണ്, ഇത് നീ ചെയ്യുന്നിട്ട് ബാക്കി എന്തരാ? സയ്യിദുനാ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു, ഇതെന്നെ കൊണ്ട് പറ്റൂല, എന്നാ പോയിക്കാം. അതാണ് ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞത്, ഈ പരിപാടി നിന്നെ കൊണ്ട് പറ്റൂല. അതാണ് നമ്മളൊരു പാടിയില്ലേ, ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും അനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? ഇങ്ങനെ ആനയെ മെരുക്കുവാൻ കരുത്തനാണെന്നാലും അനയെ തളക്കാഞ്ഞാൽ വിജയമുണ്ടോ? ഒരാൾക്ക് ആനയെ മെരുക്കാൻ കരുത്തനാണവൻ. പക്ഷെ സ്വന്തത്തിലേക്ക് നോക്കിയിട്ട് സ്വന്തത്തെ ഒന്ന് മെരുക്കാൻ പറഞ്ഞാല് തോറ്റു. അവൻ കരുത്തനാണോ? അവനൊന്നുമില്ലാത്തവനാ. ഇനി നമ്മൾ ദൂരത്തേക്കൊന്നും പോകണ്ട. നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ അണ്ടത്തോട് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ടോ? അണ്ടത്തോട് കേട്ടിട്ടുണ്ടോ? ചാവക്കാടപ്പുറ അണ്ടത്തോട്. അവിടെ ഒരു ഷുജാഇ മൊയ്ദ് മുസ്ലിയാർ ഉണ്ടായിരുന്നു. ആരാണ്? അവിടുത്തെ വലിയ ഖാളി, വലിയ പണ്ഡിതനായിരുന്നു ഷുജാഇ മൊയ്ദ്. ഷുജാഇ എന്ന് പറഞ്ഞാൽ ധീരൻ, വീരൻ എന്നൊക്കെ അർത്ഥം. ഒരൊറ്റ പടപ്പിനെയും പേടിക്കാതെ പടച്ചോനെ മാത്രം പേടിച്ച വലിയ പണ്ഡിതനായിരുന്നു ഷുജാഇ മൊയ്ദ് മുസ്ലിയാർ റഹിമഹുല്ലാഹ്. മഹാനവറുകൾക്കൊരാഗ്രഹം, പടച്ചോനെ എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്ന ഒരു ശൈഖിനെ വേണം. എനിക്ക് ആരെ വേണം? ഒരു ശൈഖിനെ വേണം. എപ്പോഴും ദ്വാരക്കുന്ന ഒരു ദ്വാണ്ട്, അല്ലാഹുമ്മ ഔസിൽനി ഇലാ മൻ യൂസിലുനി ഇലൈക. പടച്ചോനെ എന്നെ നിന്നിലേക്ക് എത്തിക്കുന്ന ഒരു വഴികാട്ടിയെ നീ എനിക്ക് കാണിച്ചു തരണം. എന്താ ദ്വാരക്കണം? എന്താ? എന്നെ ഷുജാഇ മൊയ്ദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാല് ആ ഷുജാഇ എന്നുള്ള പേര് വരാൻ തന്നെ കാരണം, ഷുജാഇ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ധീരനാണ്, ഭയങ്കര ധൈര്യമാണ്. പടച്ചോനല്ലാതെ ഒരാളെയും പേടിയില്ല. അങ്ങനത്തെ അത്ര വലിയ തലയെടുപ്പുള്ള പണ്ഡിതനാണ്. അവരാണ് ദ്വാരക്കുന്നത്, പടച്ചോനെ നിന്നിലേക്ക് എത്തിക്കുന്ന ഒരു വഴികാട്ടിയെ എനിക്ക് നീ നൽകണേ അല്ലാ. ഇതെപ്പോഴും ദ്വാരക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ഹജ്ജിന് പോകാൻ അവസരം കിട്ടി. അന്നെങ്ങനെയാ ഹജ്ജിന് പോകുന്നേ? കപ്പലിനാണ് അല്ലേ? നടന്നും കപ്പലിനൊക്കെയാണ് പോവുക. കപ്പലിൽ കയറുമ്പോഴും ദുആ ഇത് തന്നെ. കഅബാലയത്തിന്റെ അടുക്കലെത്തി കഅബയുടെ കില്ല പിടിച്ച് ദ്വാരക്കാൻ, അല്ലാഹുമ്മ ഔസിൽനി ഇലാ മൻ യൂസിലുനി ഇലൈക. പടച്ചോനെ എന്നെ നിന്നിലേക്ക് എത്തിക്കുന്ന ഒരു ശൈഖിനെ, ഒരു വഴികാട്ടിയെ എനിക്ക് തരണേ അല്ലാ. അവിടെ നിന്ന് വരും. മദീനത്തും പോയി അവിടെ നിന്ന് കരയാണ്, യാ റസൂലല്ലാഹ്, പടച്ചോനെ നിന്റെ ഹബീബിന്റെ അടുക്കൽ നിന്നിട്ട് ഞാനിതാ ദ്വാരക്കാണല്ലാ, ഒന്നൊന്ന് എനിക്കൊരു വഴികാട്ടിയെ കാണിച്ചു തരണേ. അവിടെ നിന്ന് തളർന്നിങ്ങനെ ഉറങ്ങുമ്പോ അവിടെ നിന്ന് കാണുകയാണ് മുഹമ്മദ് മുസ്തഫ. സഹീഹ് ബുഖാരിയിലെ ഹദീസില്ലേ, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. എന്റെ രൂപത്തിൽ പിശാചിന് വരാൻ പറ്റില്ല. സയ്യിദുനാ റസൂലുള്ളാഹ്. നബി തങ്ങൾ സ്വപ്നം കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, മോനെ നിന്റെ കയ്യിലുള്ള ആ തസ്ബീഹ് മാല ഉണ്ടല്ലോ, അത് ആരാണോ നിന്നിൽ നിന്ന് ചോദിക്കുന്നത് അയാൾ നിന്റെ ശൈഖാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. അങ്ങനെ ഞെട്ടി എണീറ്റിട്ട് പിന്നെ മൂപ്പര് നടക്കുന്ന ഇങ്ങനെയാണ്, തസ്ബീഹ് മാലയും പിടിച്ചിട്ട്. ആരാണത് ചോദിക്കാന്ന് അറിയില്ലല്ലോ. അവരിങ്ങനെ മദീന മൊത്തം കറങ്ങി, ആരും ചോദിച്ചില്ല. തിരിച്ചു മക്കത്തേക്ക് വിദായിന്റെ തവാഫിന് വന്നു, ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാൻ. ആർക്കും വേണ്ട. പടച്ചോൻ ഈ പുണ്യഭൂമിയിലല്ലേ എന്റെ വഴികാട്ടിയുള്ളത്? എന്നെ നിന്നിലേക്ക് എത്തിക്കുന്ന വഴികാട്ടി ഈ ഭൂമിയിൽ ഇല്ല റബ്ബേ. കപ്പലിൽ കയറിയപ്പോഴും കൈ ഇങ്ങനെയാണ്. നാട്ടിലെത്തി, പിന്നെ മാസങ്ങളോളം കടന്നുപോയി. അപ്പോഴും പിന്നെ മൂപ്പര് എപ്പം നടന്നാലും പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇങ്ങനെ നടക്കുള്ളൂ. ഒരു ദിവസം രാത്രി ഒരു സ്ഥലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ, അണ്ടത്തോട് അങ്ങാടിയിലെത്തുമ്പോൾ, അന്ന് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത സമയമാണ്. ചൂട്ട് വേണം, വെളിച്ചമില്ല.
അപ്പോ ചൂട്ടുകാരൻ മൊയ്തീൻ കുട്ടിയുണ്ട് അവിടെ. അപ്പൊ മൊയ്തീൻ കുട്ടിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, മോനെ ഉസ്താദിനൊരു ചൂട്ടിങ്ങതാടാ. ചൂട്ട് മേടിച്ചു. അപ്പോ പൈസ ഇങ്ങനെ പോക്കറ്റിന്റെ ബെൽറ്റിൽ ഇങ്ങനെ നോക്കുമ്പോ ചില്ലറയൊന്നുമില്ല, അണപ്പൈസയൊന്നും കാണുന്നില്ല. മോനെ ചില്ലറ ഇല്ലല്ലോ, ഉസ്താദ് നാളെ തരാ. അപ്പൊ മൊയ്തീൻ കുട്ടി പറഞ്ഞു, ഉസ്താദ് എനിക്ക് പൈസയൊന്നും വേണ്ട, എനിക്ക് ഉസ്താദിന്റെ കയ്യിലെ വിരോധം ഇല്ലെങ്കിൽ തസ്ബീമാല ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് നിനക്ക് തരാനുള്ള തസ്ബീമാലയൊന്നുമല്ല, ഇത് വേറെ സാധനമാണെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വേണ്ട, എനിക്ക് ഉസ്താദിന്റെ ഒന്നും വേണ്ട. അങ്ങനെ പറയരുത്, പൈസ ഞാൻ തരും. ഉസ്താദ് ഇനിയിപ്പോ നാളെ തന്നാലും ഇന്ന് തന്നാലും പൈസ ഞാൻ മേടിക്കൂല, മൊയ്തീൻ കുട്ടി മേടിക്കൂല. ഉസ്താദിന് തസ്ബീമാല ഇങ്ങോട്ട് തരാൻ പറ്റുമോ? അത് നിനക്കുള്ളതല്ല. ഒരു താടിക്കണം. നീ എന്താടാ മദീനത്തു റസൂലുള്ളാഹിനോട് ചോദിച്ചത്? നീ റസൂലുള്ളാഹിന്റെ റൗളയുടെ അടുക്കൽ നിന്ന് എന്താടാ നീ ദുആ ചെയ്തത്? നിനക്ക് ശൈഖിനാണോ അല്ലേ? മൂപ്പരങ്ങ് ഞെട്ടി അവിടെ വീണുപോയി. അല്ലാഹുമ്മ ഔസിൽനി, പടച്ചോനെ എന്നെ നീ ഒരു ശൈഖിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ദുആ ചെയ്തത്, നീ എന്റെ ദുആ സ്വീകരിച്ചല്ലോ അല്ലാ, എനിക്ക് എന്റെ റബ്ബിലേക്കുള്ള വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അപ്പൊ മൊയ്തീൻ കുട്ടി പറഞ്ഞു, നമ്മളറിയൂലെന്ന് ചില സാധുക്കളായ മനുഷ്യർ വലിയ വേഷവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല, അവരായിരിക്കും അള്ളാഹുവിലേക്ക് കൂടുതൽ എടുത്തിട്ടുണ്ടാവുക. മൊയ്തീൻ കുട്ടി പറഞ്ഞു, നിനക്ക് അള്ളാനെ കാണണല്ലോ, ഞാൻ കാണിച്ചു തരാം. നീ ഒരു ദഫ് മേടിക്കും, എന്നിട്ട് അണ്ടത്തോട് അങ്ങാടിയിൽ കൂടെ ദഫ് മുട്ടിയിട്ട് നീ ഒന്ന് നടക്കും, ഞാനൊന്ന് കാണും. ആരോടെ പറയണേ? അണ്ടത്തോട് കാളിയായ, ഇത് ചരിത്രത്തിൽ രേഖപ്പെട്ടിരിക്കുന്ന സംഗതിയാണ്. ധീരനായ ശുജാഇ എന്ന് പേരുള്ള മഹാനായ മൊയ്ദ് മുസ്ലിയാർ റഹിമഹുല്ലയോടെ പറയണേ, നീ ഒരു ദഫ് മേടിച്ചു ഒന്ന് കൊട്ടി നടക്കും, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. മറ്റേ ആളെ പോലെ കാണിച്ചില്ല കേട്ടോ, മുപ്പര് ദഫ് മേടിച്ച് കൊട്ടി നടന്നു. അന്ന് പാടിയൊരു പാട്ടുണ്ട്, അതാണ് സഫലമാല എന്ന പേരിൽ അറിയപ്പെടുന്നത്. സഫലമാല എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും അതിനെക്കുറിച്ച് പാടുകയും, മൊയ്ദ് മൗലവി പറഞ്ഞത് ഇത് വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു മാലപ്പാട്ടാണെന്നാണ്, അള്ളാഹിനെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന സംഗതിയാണെന്നാണ് അയാൾ പോലും അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കൊട്ടി പാടി. എന്താ പാടിയത്? ആ പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: പൊട്ടാനി മുൻതുള്ളി പിൻചോരക്കട്ട, പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറനിൻ ഉടൽക്ക് ബഹുമാനം പൊട്ട. നാട്ടുകാരെ വിളിച്ചതല്ല പൊട്ടാന്ന്, പിന്നെ ആരെ വിളിക്കണേ? നഫ്സന്മാറിൽ കിടക്കണ തന്റെ നഫ്സിനോട് പറയാൻ, പൊട്ടാനി പിൻതുള്ളി മുൻതുള്ളി പിൻചോരക്കട്ട. ആദ്യം നീ ഒരു ഇന്ദ്രിയത്തുള്ളി ആയിരുന്നില്ലടാ, പിന്നെ നീ ഒരു രക്തക്കട്ടയായി മാറി. പിന്നിന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട. ഇന്നോ ഇന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്ന് നീ ഇങ്ങനെ വയറ്റിൽ കാഷ്ടവും ചുമന്ന് നടക്കുന്ന ഒരു കൊട്ടയാണ്. ഒരു 4 തവണ ലൂസ് മോഷൻ ഉണ്ടായാൽ തീർന്നു നിന്റെ ധൈര്യമൊക്കെ, പിന്നെ നീ തളർന്നോടെ വീഴും അല്ലേ? ചത്താലോ ചത്താ ചകമല്ലേ പൊട്ട. മരിച്ചു കഴിഞ്ഞാല് മയ്യത്താണ്. ഞാൻ മരിച്ചു ഇവിടെ കിടക്കുമ്പോ ഷാഫിയും ദാദീനെ എടുക്കാനായോ എന്ന് ആരെങ്കിലും ചോദിക്കോ? എന്താ ചോദിക്കുക? മയ്യത്ത് എടുക്കാനായോ? പറനിൻ ഉടൽക്ക് ബഹുമാനം പൊട്ട. അങ്ങനെയുള്ള നിന്റെ ഈ ശരീരത്തിന് എന്തിനാടാ ബഹുമാനം? എന്തിനാ അഹങ്കരിക്കണത്? അടങ്ങി അവിടെ നിക്കടാ, അടങ്ങി നിക്ക്. നഫ്സ് ലവ്വാമയിലെത്തിയ മനുഷ്യനെ ഇതുപോലെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം വലിയ ഔലിയാക്കളുടെ ദറജയിലേക്ക് ഉയർന്ന് റാഹത്തായി വിട പറഞ്ഞുപോയി. മഹാനായ ശുജാഇ മൊയ്ദ് മുസ്ലിയാർ റഹിമഹുല്ലാ വലിയ പദവിയിലേക്ക് എത്തിയ മഹാനായി മാറി. അപ്പൊ നമുക്കും ചെയ്യാനുള്ളത് ഒരു ജിഹാദാണ്, സ്വന്തം നഫ്സിനോട് ജിഹാദ്. ഈ അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് അത്ര വെറുപ്പുള്ള സംഗതിയാണ്, പടച്ചോന്റെ മാത്രം സിഫത്താണ്. അത് നമ്മുടെ കൽബിൽ ലവലേശം ഉണ്ടാകാൻ പാടില്ല. അത് പൊങ്ങി വരുമ്പോ തന്നെ താത്തണം. നമ്മൾ അഹങ്കാരത്തിന് മരുന്നിട്ട് കൊടുക്കുന്ന ആൾക്കാരാ അല്ലേ? ഇപ്പൊ നമ്മളിരുന്ന് ചോദിക്കാൻ, ആരാണ് അള്ളാന്റെ പള്ളിയിലേക്ക് 1000 രൂപ വെച്ച് തരിക? കുറെ പേര് കൊടുക്കുമ്പോ എൻ്റെ ഇടയിൽ ഒരു ഹാജിയാരിക്കണം, ഇനിയിപ്പൊ ഞാൻ കൊടുത്തില്ലെങ്കിലും മോശമല്ലേ, ഞാൻ 2000. അപ്പൊ മനസ്സിനൊരു ആശ്വാസം വന്നു. യഥാർത്ഥത്തിൽ അവിടെ അഹങ്കാരത്തിന് മൂപ്പര് എന്തിട്ട് കൊടുത്തത്? മരുന്നിട്ട് കൊടുത്തു. അഹങ്കാരം കൂടുവോ കുറയോ? അതുകൊണ്ട് അതിനർത്ഥം പറയണ്ടെന്നല്ല കേട്ടോ, നമ്മൾ ജിഹാദ് ചെയ്യണം. ഉസ്താദ് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് ഞാൻ പറയും, ഞാൻ 2000 പറയും, നീ ഒന്ന് അഹങ്കരിക്കണത് കാണട്ടെ, അഹങ്കരിക്കണം നീ കാണട്ടെ ഞാൻ എന്ന ലെവലിലേക്ക് നമ്മൾ വളരണം. നാട്ടുകാരിലേക്ക് നോക്കരുത്, ആരിലേക്ക് നോക്കണം? അതായത് അള്ളാനെ അറിഞ്ഞൊരു മനുഷ്യൻ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ അയാൾക്ക് നേരം ഉണ്ടാവൂല. കാരണം എന്താ? അതിനു മാത്രം മോശത്തരത്തിലാണ് നമ്മൾ കിടക്കണത്. നമ്മൾ നന്നായിട്ട് പോരെ നാട്ടുകാരെ നന്നാക്കാൻ അല്ലേ? നമ്മൾ ഈ നഫ്സ് അമ്മാറയിൽ നിന്ന് ലവ്വാമയിലേക്ക് യാത്ര തുടങ്ങണം. റെഡിയല്ലേ നിങ്ങൾ? റെഡിയാണോ അല്ലേ? നമുക്ക് അടുത്ത ആഴ്ച മുതൽ വിശദീകരിച്ച് പറയാം. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം, പ്രാക്ടീസ് ചെയ്യുമോ ഞാൻ പറഞ്ഞാൽ? ഇല്ലെങ്കിൽ മറന്നു പോവോ? ഇന്ന് മുതൽ നമ്മുടെ മനസ്സിലൊരു തെറ്റ് തോന്നുമ്പോൾ തന്നെ നമ്മൾ തിരിച്ച് ചോദ്യം ചെയ്യണം നമ്മുടെ നഫ്സിനെ. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത വഴിയല്ലേ?
ഇതാണോ നീ ചെയ്യാൻ പോണത്? അടങ്ങിയിരിക്കട അവിടെ എന്ന് സ്വന്തം നഫ്സിനോട് പറഞ്ഞു ശീലിക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ ഉപദേശിക്കാൻ ഒരാളുണ്ടാകണം. ഉണ്ടാവൂലേ? അതൊന്ന് പരിശീലിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു യഥാർത്ഥ ഈമാനുള്ള മുത്തുമഇന്നയിലേക്ക് യാത്രയാകുന്ന മുഅ്മിനീങ്ങളിൽ നാളെ പരലോകത്ത്, നമ്മൾ ഈ പരലോകത്തേക്ക് യാത്രയാകുമ്പോൾ മലക്കുകളൊന്ന് വിളിക്കൂലേ, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്തുമഇന്ന, അങ്ങനെ വിളിക്കപ്പെടുന്ന അടിമകളായി നമ്മൾ മാറണം അല്ലേ? അല്ലെങ്കിലോ ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ആത്മാവേ എന്ന് വിളിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. മറ്റവരോ അത് സുഗന്ധമുള്ള ആത്മാവാണ്. ആ യാത്ര അങ്ങ് സ്മൂത്ത് ആകണം, വേണ്ടേ? അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഏറ്റവും വലിയ ഹൃദ്രോഗം എന്താ? അത് ഈമാനില്ലായ്മ തന്നെയാണ്. ഈ സംഗതിയിൽ പെട്ടുപോകലാണ്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിനു വേണ്ടി ജിഹാദ് ചെയ്യണം. തയ്യാറല്ലേ നിങ്ങളെല്ലാവരും? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നാളത്തെ നമ്മൾ പിടിക്കാൻ തീരുമാനിച്ച നോമ്പിൻ്റെ കാര്യം ആരും മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം ഒരു 6 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊരു മജ്ലിസ് വെക്കണം. വൈകുന്നേരം 6 മണിക്ക് ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നോമ്പും കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മനസ്സറിഞ്ഞ് നമുക്ക് ദ്വാരക്കണം. വേണ്ടേ സഹോദരങ്ങൾ? വേണ്ടേ? അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? ജീലാനി തങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്നാണ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. 49 മക്കളുണ്ട് അവിടത്തേക്ക്. അള്ളാഹു അവിടുത്തെ മദത് തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ ത്വരീഖത്ത് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ആ ത്വരീഖത്തിൻ്റെ നാമം എന്താണ്? കമൻറ്റ് ചെയ്യുക. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. പറഞ്ഞതുപോലെ ഞങ്ങളുടെ കൽബ് നന്നാക്കി തരണേ അല്ലാ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ. ഇന്നിപ്പോൾ ഇൻഷാ അല്ലാഹ് വലിയൊരു ദുആ ഇല്ല, വിശാലമായിട്ട് ഇന്ന് 7:15 തിങ്കളാഴ്ച രാവും കൂടെയാണല്ലോ, 7:15 നടക്കുന്ന മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണം. വ്യത്യസ്തങ്ങളായ ദിക്റുകളൊക്കെ കൊണ്ട് നമുക്ക് സമ്പന്നാക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.